108A പറയുന്നു ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങൾക്കും മുകളിലായിരിക്കും ഈ നിയമം എന്നാണ് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനും മുകളിലായിരിക്കും ഈ വഖഫ് ആക്ട് എന്നതിൻ്റെ അർത്ഥം. ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? വെള്ളരിക്കപ്പെട്ടതാണ്. ആണെന്നല്ല, ആക്കിയതാണ്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ സ്റ്റാലിൻ വാസുദേവ്. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം. സ്റ്റാലിൻ വാസുദേവ് വ്യത്യസ്തമായൊരു പേരാണ്. അതുമാത്രമല്ല, താങ്കൾ മറുനാടൻ പ്രേക്ഷകർക്ക് ഒരു പുതുമുഖമാണ്. ആദ്യം താങ്കളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് താങ്കളുടെ ഒരു പ്രൊഫൈൽ? എനിക്ക് അച്ഛൻ്റെ പേരാണ് സ്റ്റാലിൻ, ബിക്കോസ് ഹി വാസ് എ കമ്മ്യൂണിസ്റ്റ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ അച്ഛൻ്റെ വാസുദേവൻ എന്നുള്ളൊരു ദേവനും കൂടി ചേർത്ത് സ്റ്റാലിൻ വാസുദേവ് അല്ല, സ്റ്റാലിൻ ദേവൻ എന്നുള്ളതാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ. ഞാൻ 17ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ പോയി. അവിടെ ഒരു 20 വർഷം കഴിഞ്ഞു, തിരിച്ചു വന്നു. 2006 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ 1ാം റാങ്കോടുകൂടി സെക്രട്ടേറിയറ്റ് ധനാരോഗ്യ കയറി. 2021 അണ്ടർ സെക്രട്ടറി ആയിട്ട് പെൻഷനായി. അതിനുശേഷം താങ്കൾ നിയമപരമായ വിഷയങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്തിടെ ഈ വഖഫ് ബോർഡ്, ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്ന വഖഫ് ബോർഡ് നിയമ ഭേദഗതിയിൽ താങ്കൾ എന്താ പറയുക, ചില നിർണായകമായ നിഗമനങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ നടത്തി ചില വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അത് പലതും ഇപ്പോഴും ഒരു സോഷ്യൽ ഡിബേറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശരിക്കും ഈ വഖഫ് ബോർഡ് വിവാദം അല്ലെങ്കിൽ വഖഫ് ബോർഡ് വിഷയം, അതേക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാവോ? എന്താണ് ശരിക്കും വഖഫ് ബോർഡ് നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വഖഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതൊരു അറബി വാക്കാണ്. അത് സ്റ്റോപ്പേജ് എന്നാണ്. ഒരു സാധനം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വഖഫ്. അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസി അദ്ദേഹത്തിന് അള്ളാഹുവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ദാനം ചെയ്യണം എന്ന് തോന്നുക. ആ ഒരു പ്രക്രിയയിലൂടെ വഖഫ് ഉണ്ടാക്കപ്പെടുന്നത് ആ ഒരു പ്രക്രിയയിലൂടെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഏത് നിമിഷമാണോ അദ്ദേഹത്തിന് അത് മനസ്സിൽ തോന്നുന്നത്, ആ നിമിഷം മുതൽ ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് അള്ളാഹുവിൽ നിക്ഷിപ്തമാവുകയാണ്. അത് ലോകാവസാനം വരെയും അങ്ങനെ തന്നെ തുടരും. അതായത് ഒരു ഒൺസ് എ വഖഫ് ഈസ് ആൾവേസ് എ വഖഫ്. അപ്പോൾ ഇത് അങ്ങനെ ദാനം ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ലല്ലോ. അതിൻ്റെ ഫലം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് മാറ്റിവെക്കാം. എങ്ങനെ മാറ്റിവെക്കാം? മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് പയസ്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 എലമെൻറ്റ്. അതായത് സെറ്റിലർ, ആ പ്രോപ്പർട്ടി, അതിൻ്റെ ആദായം. ഇത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് മുത്തവല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ആളിനെ നിയമിക്കും. ഇതാണ് ബേസിക്കലി ഒരു വഖഫ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട വസ്തുക്കളുടെ ഒരു പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1954 ഒരു വഖഫ് ബോർഡ് ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അവിടെ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബോർഡ് എന്നുള്ള തലത്തിലാണോ, അതോ ഇതിപ്പോൾ നാഷണൽ ലെവലിലുള്ളൊരു യൂണിഫോം ബോഡിയാണോ? അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊന്ന് പ്രേക്ഷകർക്കുമായി. അതായത് ഓരോ സ്റ്റേറ്റിനും പ്രത്യേകം വഖഫ് ബോർഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു സ്റ്റേറ്റിൽ തന്നെ ഈ മുസ്ലിം പോപ്പുലേഷൻ, സ്റ്റേറ്റിൻ്റെ വലിപ്പമൊക്കെ കൂടുതലാണെങ്കിൽ അതിന് ഒന്നിൽ കൂടുതൽ വഖഫ് ബോർഡുകളും ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ കൂടി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ വഖഫ് കൗൺസിൽ എന്നും പറഞ്ഞിട്ട് ഒരു സംഗതി ഉള്ളത്. ഇതിൻ്റെയൊക്കെ എല്ലാ പ്രവർത്തനം കൂടെ ഏകോപിപ്പിക്കുക എന്നുള്ളത്. ശരി. പിന്നെ ഇത് പല വിധത്തിലുള്ള വഖഫുകളുണ്ട്. ഒന്ന് പ്രൈവറ്റ് വഖഫ്, ഒന്ന് പബ്ലിക് വഖഫ്. അതായത് പ്രൈവറ്റ് വഖഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വഖഫിൻ്റെ ഗുണഭോക്താക്കൾ, അതിൻ്റെ ആദായം ചെല്ലുന്ന ആൾക്കാർ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സും മാത്രമായിരിക്കും. അതായത് പബ്ലിക് വഖഫ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വരും. അതാണ് പ്രൈവറ്റ് വഖഫും പബ്ലിക് വഖഫും. പിന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. ഒരു മിനിറ്റ്, കേരള പ്രോസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പ്രൈവറ്റ് വഖഫുകൾ ധാരാളമുണ്ട്. അങ്ങനെയാണോ? അത് കാണാം. അത് ഓരോ സംസ്ഥാനത്തും അതിൻ്റെ എണ്ണം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കൃത്യമായി അറിയില്ല. അല്ല, പബ്ലിക് വഖഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ബോഡി ഇവിടെ ഉണ്ട് കേരളത്തിൽ. ഒറ്റ ബോഡിയല്ല,
അത് പിന്നെ ആ വഖഫ് ഉണ്ടാക്കുന്ന ആളിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, ഇത് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായി അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണോ? അല്ല, അത് പറയുന്നത് പ്രൈവറ്റ് വഖഫിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്. പബ്ലിക് വഖഫ് എന്ന് പറയുന്നത് ഒരൊറ്റ ബോഡി, ഒരു സംസ്ഥാനത്തിന് ഒരു വഖഫ് ബോർഡ്, അങ്ങനെയല്ല. ഞാനിപ്പം ഒരു വഖഫ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് പ്രൈവറ്റ് വഖഫും ഉണ്ടാക്കാം, പബ്ലിക് വഖഫും ഉണ്ടാക്കാം. എൻ്റെ കുടുംബക്കാർക്കല്ലാതെ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പബ്ലിക് വഖഫ്. ഓക്കെ, മനസ്സിലായി. പിന്നെ അങ്ങനെ ഒന്നിലധികം വഖഫ് ബോർഡ് ഉണ്ട്, ഇഷ്ടംപോലെ കാണാം. അത് സെറ്റിലറുടെ താല്പര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദ കാർഡിനൽ പോയിന്റ് ടു ബി ഡിസൈഡഡ് വൈൽ ഡിസൈഡിങ് വെദർ എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഇറ്റ്സ് ഫൗണ്ടർ. ഓക്കെ, പിന്നെ വന്നിട്ട് വീണ്ടും നമുക്ക് പല ടൈപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ സുന്നി വഖഫ്, ഈ ഉണ്ടാക്കുന്ന ആൾ ഒരു സുന്നി മുസ്ലിം ആണെങ്കിൽ അതൊരു സുന്നി വഖഫായിരിക്കും. ഷിയ വഖഫ്, അങ്ങനെ ഒരുപാട് ഉപജാതികളുണ്ട്, അവർക്കൊക്കെ വഖഫ് ഉണ്ടാക്കാം. മനസ്സിലായി. അതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. താങ്കൾ നേരത്തെ പറഞ്ഞു ദേശീയ തലത്തിൽ ഒരു കൗൺസിലുണ്ട്. ഈ കൗൺസിലിന് ഈ പറയുന്ന എല്ലാ വഖഫുകളുടെ മേലും ഒരു കൺട്രോൾ ഉണ്ടാവും? ഇൻഫാക്റ്റ് ഒരു കൺട്രോള് അത്ര ശക്തമായൊരു കൺട്രോളൊന്നുമില്ല. ശരി. ഉള്ളി തെങ്ങി ഓരോ ബോർഡുകളും അവരുടെ പ്രവർത്തനങ്ങൾ വാർഷികാടിസ്ഥാനത്തിൽ ഈ വഖഫിനെ കൗൺസിലിനെ അറിയിക്കണം എന്നല്ലാതെ പിന്നെ വളരെ ശക്തമായ ഒരു കൺട്രോള് കൗൺസിലിന് ഇതുവരെയും ഈ വഖഫ് ബോർഡുകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായി. ഇപ്പോൾ വഖഫ് ബോർഡ് എന്താണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, അവരുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്, ഓരോ വ്യക്തികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് പ്രൈവറ്റായോ പബ്ലിക്കായോ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഭേദഗതിയിലൂടെ ഇവിടെ വരാൻ പോകുന്ന മാറ്റം? അതായത് ഇപ്പോൾ നിലവിലുള്ള 1995 വഖഫ് ആക്റ്റിൽ ചില പ്രത്യേക സെക്ഷൻസ്, നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു നിയമവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലിപ്പോൾ വരുമ്പോൾ സെക്ഷൻ 40, 83, 84 എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രിയാമ്പുലർ പ്രോമിസിനെ പോലും വെല്ലുവിളിക്കുന്ന സെക്ഷൻസാണ് അതിൽ കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ. പിന്നെ 108 A, 107 ഈ പറയുന്ന 3-4 എണ്ണം മാത്രമേ വലിയ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആക്ട് തന്നെ മതിയായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 40 ഒരു വഖഫ്, ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡാണ്. അതായത് വഖഫ് ബോർഡ് വിചാരിക്കുകയാണ് ഇന്ന പ്രോപ്പർട്ടി ബോർഡിന് സ്വന്തമാണ് എന്നവർ വിചാരിച്ചാൽ അത് അവർക്ക് സ്വന്തമായി കഴിഞ്ഞു. അതാണ് നിലവിലെ അവസ്ഥ. ഇത് മാറ്റാനാണ് ഇപ്പോൾ നിലവിലെ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനെ എത്രത്തോളം എന്താ പറയുക, അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. എന്തിനാണ് ഇത്രത്തോളം ഭയക്കേണ്ട ഒരു സാഹചര്യം? എന്താണ് ഈ ഒരു ഭേദഗതി വന്നില്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകും? ഭയക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് 1954 ആക്റ്റിൽ ഇപ്പോൾ എൻ്റെ വസ്തു വഖഫ് ബോർഡ് വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിലുള്ള സിവിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയിൽ പോയിട്ട് പരാതി നൽകാൻ കഴിയുമായിരുന്നു. നേരത്തെ 1954 ആക്റ്റിൽ അത് മാന്യമായൊരു നടപടിയാണ്. മാന്യമായ നടപടി, ആർക്കും പ്രശ്നമില്ല, കൂടുതൽ തർക്കമില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കോടതി തീർച്ചയായിട്ടും 2 പക്ഷത്തിനെയും കേൾക്കുമല്ലോ. അതെ, തെളിവുകൾ നോക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറയുമായിരുന്നു. അതിനെതിരെ സാറ്റിസ്ഫൈ അല്ലെന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതൊരു ബേസിക് നീഡാണല്ലോ, ഒരു നാട്ടു നടപ്പനുസരിച്ചുള്ള നിയമാനുസൃത നടപടി. അതേസമയം ഈ സെക്ഷൻ 40 വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു. നിങ്ങൾക്കൊരു നോട്ടീസ് പോലും തരില്ലെന്നേ. അവർ നോട്ടീസ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസർക്കും സബ് രജിസ്ട്രാർ ഓഫീസർക്കും പിന്നെ ഒക്കെയാണ്. വ്യക്തി അറിയണമെന്നില്ല. അങ്ങനെ ഒരു ഭേദഗതി പിന്നീട് വരുത്തി ചേർക്കുകയാണ് ചെയ്തത്. എന്നായിരുന്നു അത് സംഭവിച്ചത്? അത് വന്നിട്ട് 1995 അതായത് അന്ന് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്. ഈ വകുപ്പ് തന്നെ 54 ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്? നമുക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. ചലഞ്ച് ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട്. 95 ഭേദഗതിയോടുകൂടി ആ ഒരു സാധ്യത ഇല്ലാതായി. നിങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് വഖഫിൻ്റെ തന്നെ ഒരു വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി. അവിടെ എന്താണ് പ്രത്യേകത? വഖഫ് ബോർഡിന് അവരുടെ പ്രോപ്പർട്ടി വഖഫാണെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള യാതൊരു രേഖകളും അഡ്യൂസ് ചെയ്യേണ്ട ബാധ്യതയില്ല.
ഈ വ്യക്തിയാണ്, ആരുടെ വസ്തുവാണോ ഏറ്റെടുക്കപ്പെട്ടത്, ആരാണോ പരാതിക്കാരൻ, ആ ആൾ തെളിയിക്കണം ഇതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത്. അതായത് ബാധിക്കപ്പെടുന്നത് ആരാണോ അയാളുടെ ഉത്തരവാദിത്വമായി മാറുന്നു ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് സ്ഥാപിക്കുക. ശരിക്കും അതൊരു അന്യായം. അത് തികച്ചും അന്യായമല്ലേ? ഈ അന്യായത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വഖഫ് ബോർഡ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് താങ്കളുടെ പക്ഷം. അതെ. പക്ഷേ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. രണ്ട് പക്ഷത്തു നിന്നും ചിന്തിക്കേണ്ടതുണ്ട്. അനുകൂലിക്കുന്നവർ പറയുന്നു ബോർഡിൻ്റെതായ പ്രത്യേക അധികാരങ്ങളുണ്ട്, അത് കാലാകാലങ്ങളിൽ കൽപ്പിച്ച് കിട്ടിയിട്ടുള്ളതാണ്, അതിനെ മറ്റാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഒരു പക്ഷം പറയുന്നു. അതേസമയം മറുപക്ഷം പറയുന്നു ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കും ഇതിൽ ആർക്കൊപ്പമാണ് താങ്കൾ? ഞാൻ വന്നിട്ട് നമ്മുടെ ഭരണഘടനയ്ക്കൊപ്പമാണ്. അല്ലാതെ ഞാൻ ഒന്നും അറിയാതെ എതിർക്കുക അല്ലെങ്കിൽ ഒന്നും അറിയാതെ അനുകൂലിക്കുക ആ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടുന്നില്ല. കാരണം ഈ കേൾക്കപ്പെടാനുള്ള അവകാശം ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റാണ്. അതുപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഞാൻ തന്നെ ഡിസിഷൻ മേക്കിംഗ് അതും എടുക്കാൻ പാടില്ല എന്നുള്ളതും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇതിൻ്റെ രണ്ടും നഗ്നമായ ലംഘനമാണ്. അതിലൂടെ തന്നെ പ്രിയാമ്പുലർ പ്രോമിസസിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് ഈ ഒരു വ്യവസ്ഥയിലൂടെ മനസ്സിലായി. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു 1955 ഈ ആക്ട് വരുന്ന 54 ഈ ആക്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അഥവാ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാലും ബാധിക്കപ്പെട്ട ആളിനത് സിവിൽ നടപടികളിലൂടെ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. 95 അത് അമെൻഡ് ചെയ്തു എന്ന് പറയുന്നു. ശരിക്കും ഈ 95 അമെൻഡ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു സംഗതി, ഇപ്പം നേരെ ചൊവ്വേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, ആ വാഹനത്തിന് എന്തെങ്കിലും ഒരു തകരാർ വന്നാലല്ലേ അത് പരിഹരിക്കേണ്ട കാര്യമുള്ളൂ. തകരാറില്ലാത്തടത്തോളം കാലം ആ വാഹനം ഓടിച്ച് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. 95 എന്ത് തകരാറ് കണ്ടെത്തിയിട്ടാണ് അന്നത്തെ സർക്കാർ ഈ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്? അത് നമ്മൾ ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് ആ ബില്ലിൻ്റെ നമ്മൾ വായിക്കണം. പക്ഷേ ഇതിൽ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് 2 സെക്ഷൻ അതിൽ കൂടെ കൊണ്ടുവരുന്നതിലൂടെ, അതായത് ഈ കോടതി പോകാനുള്ളത് എടുത്തു കളയുക, അതുമല്ല ട്രിബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കുമെന്നും അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പാടില്ല എന്നും ഒരു പ്രൊവിഷൻ കൊണ്ടുവരിക. പിന്നെ വന്നിട്ട് ലാ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു അഗ്രീഡ് പാർട്ടിയാണെങ്കിൽ യു ഹാവ് ടു അപ്രോച്ച് എൻ അപ്രോപ്രിയേറ്റ് ഫോറം ഫോർ ദ റിഡ്രസൽ ഓഫ് യുവർ ഗ്രീവൻസസ് വിത്തിൻ എ റീസണബിൾ ടൈം. അതായത് ഒരു പരാതിക്കാരൻ ഒരു റീസണബിൾ സമയത്തിനകത്ത് കോടതിയെ സമീപിച്ച് പരിഹാരം തീർക്കണം. ഈ വഖഫ് ആക്ടിൽ ഈ ലാ ഓഫ് ലിമിറ്റേഷൻ ആപ്ലിക്കബിൾ അല്ല. 95 വന്ന ഭേദഗതിയിലൂടെ ആപ്ലിക്കബിൾ മാറി. അതിന് മുൻപ് എന്തായിരുന്നു അവസ്ഥ? അത് നേരത്തെ പറഞ്ഞു, സിവിൽ കോടതിയിൽ പോയാലും കാലാകാലങ്ങൾ തീർപ്പാവാതെ അതായിക്കോട്ടെ. പക്ഷേ ഇവിടെ വരുന്ന ലാ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് മാറ്റുന്നത് കൂടി എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തി ബോർഡിന് ഒരു തർക്കത്തിൽ അങ്ങ് പെട്ടാൽ അവിടെ അങ്ങ് കിടപ്പെട്ടു. അതായത് വഖഫ് ബോർഡിന്റെ അപ്പീൽ അതോറിറ്റി വിചാരിക്കുകയാണ് ഇത് തീർപ്പാകണ്ട എന്നവർ തീരുമാനിച്ചാൽ അത് അതല്ല, ഈ ക്ലെയിം ചെയ്യുന്നത് വഖഫ് ബോർഡാണല്ലോ. അവർക്ക് ഈ റീസണബിൾ ടൈം അല്ല, അവർക്ക് 2500 മുമ്പ് വഖഫ് നിർമ്മിക്കപ്പെട്ട വഖഫാണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ ക്ലെയിമിന് പരിധിയില്ലാത്ത ക്ലെയിം. ശരിക്കും ഈ അമെൻമെന്റിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഒരു പ്രസംഗമാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരുടെ പേര് എനിക്ക് കൃത്യമായി ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. അതിൽ പറയുന്നത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ മേധാവി ശ്രീ മുകേഷ് അംബാനിയുടെ വസ്തുവകകൾ പോലും, അദ്ദേഹത്തിൻ്റെ ആഡംബര സൗധം പോലും തങ്ങളുടേതാണ് എന്ന് അവർ അവകാശപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പല ഗവൺമെൻറ് പ്രോപ്പർട്ടീസും മുനിസിപ്പൽ ബിൽഡിംഗ് പോലും വഖഫിൻ്റെതാണെന്ന് പറയുന്നു. ഇതെന്താണ്? ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? വെള്ളരിക്കപ്പെട്ടണമാണ്. അതായത് ആണെന്നല്ല, ആക്കിയതാണ് തീർച്ചയായിട്ടും. എന്താണ് കാരണം ഈ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം വരുന്നതിന് മുമ്പ് ഓരോ വഖഫും, ഞാൻ നേരത്തെ പറഞ്ഞ മുത്തവല്ലി, അത് ഉണ്ടാക്കിയ ആളിൻ്റെ മനോധർമ്മം എന്തായിരുന്നു, അതനുസരിച്ച് പ്രവർത്തിച്ചു പോവുകയായിരുന്നു. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വഖഫ് ബോർഡ് വന്നതോടുകൂടിയാണ് ഈ നിയമങ്ങളൊക്കെ സർക്കാർ ആഡ് ചെയ്ത് കൊടുത്ത് വഖഫ് ബോർഡിൻ്റെ കരങ്ങളെ ശക്തമാക്കിയത്. ശരിക്കും നമ്മൾ ഈ സിനിമാക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അതായത് 1990-കൾക്ക് മുൻപും ഇവിടെ സിനിമ ഉണ്ടായിരുന്നു.
ആൾക്കാർ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. 90കളുടെ ആദ്യ ഘട്ടത്തിൽ മുതലാണ് ഈ സിനിമയിൽ സംഘടനകൾ വരുന്നത്. ആദ്യം അമ്മ വന്നു, പിന്നീട് ഡയറക്ടേഴ്സിന് അസോസിയേഷൻ വരുന്നു, പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷൻ വരുന്നു, മറ്റ് എന്താ പറയുക, മറ്റ് സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാവർക്കും അസോസിയേഷനും, എല്ലാവർക്കും ഓരോ അസോസിയേഷൻ. ഈ അസോസിയേഷൻ വന്നതോടുകൂടിയാണ് ഇവിടെ പാരവെപ്പ്, വിലക്ക്, ഇത്തരത്തിലുള്ള സകലമാന പ്രശ്നങ്ങളും വരുന്നത് അസോസിയേഷനുകളുടെ ഒരു ബാഹുല്യം വന്നതിന് ശേഷമാണ്. ജസ്റ്റ് ആസ് ലൈക്ക് ദാറ്റ് ഈ പറയുന്നത് പോലെ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ലോകത്തെ പ്രശ്നങ്ങളെല്ലാം വന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, സിനിമാക്കാരുടെ പ്രശ്നവും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിനിമാക്കാർ എന്ത് ചെയ്താലും അത് നമ്മളുടെ ഒന്നും മൗലിക ആവശ്യങ്ങളെ ബാധിക്കും. അല്ല, ഞാൻ പറയുന്നത് അസോസിയേഷനുകളുടെ ഒരു ആ ഒരു കോമൺ എലമെന്റ് ആണ് ഞാൻ പറയുന്നത്. അസോസിയേഷനുകളുടെ എണ്ണം കൂടിയപ്പോൾ, അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പോഴാണ് ഇത് അതൊന്നും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ഇത് സർക്കാരാണ് നിയമം ഉണ്ടാക്കിയത്. ശരി, മനസ്സിലായില്ലേ? അത് ഭരണഘടനയെ മുൻനിർത്തി മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു പറയും? ഈ ലോ ഓഫ് ലിമിറ്റേഷൻ ആപ്ലിക്കബിൾ അല്ല. അതിനോടൊപ്പം തന്നെ 108A പറയുന്നു ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങൾക്കും മുകളിലായിരിക്കും ഈ നിയമം എന്നാണ് പറയുന്നത്. അതാണ് താങ്കൾ പറഞ്ഞത്, ഇത് വെള്ളരിക്കപ്പെട്ട. അതായത് ഈ നിയമത്തിലെ 108A മറ്റൊരു നിയമവും കൂടെ കോടതി എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനൊക്കെ ഉപരിയായിരിക്കും. ഇതിന് വിരുദ്ധമായിട്ട് അതിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനും മുകളിലായിരിക്കും ഈ വഖഫ് ആക്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. നിലവിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ ഒരു പുതിയൊരു സംവിധാനം വരുന്നത് എന്ന് BJP അനുകൂല, അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ആ ഒരു സംവിധാനത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഓക്കെ, അത് ഒരു പരിധിവരെ ശരിയാണെന്ന് അനുമാനിക്കേണ്ടി വരും. ബിക്കോസ് ഫണ്ടമെൻ്റലി കുറേയധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭരണഘടനാപരമായി കുറേയധികം കാര്യങ്ങൾ അതിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇതിൽ ചെറിയ ചില കല്ലുകടികൾ കാണുന്നുണ്ട്. അതായത് ഒരു മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൻ്റെ വിഷയങ്ങൾ നിർണ്ണയിക്കാൻ മറ്റു മതസ്ഥരെ കൊണ്ടുവരുന്നത് എന്തിന് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാകുന്നു. താങ്കളുടെ പക്ഷം എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് രണ്ട് പക്ഷമുണ്ട്. ഒന്ന് നിയമപരമായ പ്രശ്നം, നിയമപരമായി ഇത് അനുവദനീയമാണോ എന്നുള്ളത്. മറ്റത് ധാർമ്മികപരമായ ഒരു വശമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ വഖഫ് ബോർഡ് എന്നത് നമ്മൾ എല്ലാവരും കേൾക്കുന്നത് ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡ് പോലെ ആണ് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിയമപരമായി താങ്കളുടെ പക്ഷമാണോ? ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരമുള്ള കാര്യങ്ങളാണ്. നിയമപരമായ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഉണ്ടാക്കപ്പെട്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഒരു മതപരമായ സംഘടന അല്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ M.N. ദാസിൻ്റെ ലാസ് ഓഫ് പാർട്ടീഷനിലെ 813 പേജ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ചെറിയ ഒരു പാരഗ്രാഫാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഇതാണ്. A Waqf board established under the Waqf Act is not a religious denomination to claim protection under Article 26 of the Constitution. It is not a collection of individuals or a body having common faith and organization. It functions under the statute, include general superintendence of all waqfs within the state. It has to see that waqfs are properly maintained, controlled and administered, and the income thereof is duly applied to the objects and the purpose for which the waqfs were created or intended. The Waqf board is not a conglomeration of individuals, and it is not even akin to a company or even a representative body of the Muslim community. ഇതിൽ നോട്ട് എ റിലീജിയസ് ബോഡി എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളിടത്ത് വ്യക്തമാണ് ഇത് മതപരമായ കാര്യമല്ല എന്ന്. അല്ല, അതാണ് താങ്കളുടെ വാദം. അതാണ്. അതിനുപരി ഈ സെക്ഷൻ്റെ നമ്മുടെ വഖഫ് ആക്ടിൻ്റെ ഇപ്പം നിലവിലുള്ള ആക്ടിൻ്റെ സെക്ഷൻ 38(3) പ്രകാരം അതിലെ ഏറ്റവും വലിയ ഓഫീസറാണ് CEO. അദ്ദേഹം ഒരു വഖഫിൻ്റെയും മതപരമായ റിലീജിയസ് ആയതോ കസ്റ്റം ആയിട്ടുള്ള കാര്യങ്ങളിൽ യൂസേജിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ വഖഫ് ബോഡി ഈസ് നോട്ട് അറ്റ് ആൾ എ റിലീജിയസ് ബോഡി. പക്ഷേ ഇവിടെ ഈ ഭേദഗതിയെ എതിർക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, നാളെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു മുസൽമാനെയോ ക്രിസ്ത്യാനിയോ ഏർപ്പെടുത്തിയാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുമോ? അതാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ വശം. ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായതും ധാർമ്മികമായതും. അപ്പോൾ നിയമപരമായി താങ്കൾ ഇതിനെ എതിർക്കുന്നു. നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് നോൺ മുസ്ലിംസിനെ ഇതിൽ കൊണ്ടുവരാം, നിയമപരമായി കൊണ്ടുവരാം. അത് താങ്കൾ അനുകൂലിക്കുന്നു? ഞാൻ അനുകൂലിക്കുന്നില്ല. എനിക്ക് രണ്ടാമതൊരു വശം കൂടെ ഉണ്ട്. ഓക്കെ, പറയൂ. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഈ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും ഈ നിയമവും പഠിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം
അവരെ ഒരു മതപരമായ സ്ഥാപനമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് അത് അവരുടെ വിശ്വാസം മാത്രമാണ്. വിശ്വാസം മാത്രമാണ്. പക്ഷേ അപ്പോൾ ഇപ്പം നാഷണൽ കൗൺസിലിൻ്റെ കാര്യം എടുക്കുക. അവിടെ വന്നിട്ട് 20ഓളം പേരുള്ളിടത്ത് ഈ 2 ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദുവിനെയും കൊണ്ട് ഇരുത്തിയിട്ട് അത് ഈ മുസ്ലിങ്ങളുടെ മതപരമായ വികാരത്തെ വ്രണപ്പെടുത്തും എന്നല്ലാതെ ഈ 2 പേര് അവിടെ ഇരുന്നുകൊണ്ട് വല്ല ഫലം ഉണ്ടാവും. താങ്കളുടെ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാത്ത സമുദായ അംഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലർ കളിക്കുന്ന കളിയാണ് ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികരണം? വിവാദം ആരുടെ വിവാദം? അതായത് വഖഫ് ബോർഡ് ഭേദഗതി അതിലൂടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുക അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങളെ കവരുക എന്നുള്ള ഭരണകൂടത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണ് ഇത് എന്ന വാദം ശരിക്കും ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന് താങ്കൾക്ക് അങ്ങനെ ഒരു പക്ഷമുണ്ടോ? ഇല്ല. കാരണം ഈ അമെൻമെൻറ്റിൽ എക്സെപ്റ്റ് ഈ നോൺ മുസ്ലിംസിനെ ഈ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രപ്പോസൽസാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. നിലവിൽ ഇതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഇതിനെ അനുകൂലിക്കുന്നവർ, അതായത് ഈ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം വഖഫിന് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും അവർക്ക് ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ ഭൂമി, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം തന്നെ, തൂത്തുക്കുടിയോ ആ ഭാഗത്ത് എവിടെയോ ഒരു ഗ്രാമം തന്നെ വഖഫ് ചെയറായി ക്ലെയിം ചെയ്യുന്നു. കേരളത്തിൽ കൊച്ചിയിലേക്ക് ചെയറായി ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലെയിം വരുമ്പോൾ ബാധിക്കപ്പെടുന്നവർ മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങളിൽ പലരും ബാധിക്കപ്പെട്ടു. ഈവൻ ഈ പറയുന്ന അംബാനിക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ സാഹചര്യത്തിൽ ബാധിക്കപ്പെട്ടവർ ബഹുഭൂരിപക്ഷം മറുഭാഗത്തുള്ളപ്പോൾ അവരുടെ ഒരു പ്രാതിനിധ്യം കൂടി ഇതിൽ വരുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ ഇപ്പോഴുള്ള പ്രൊപ്പോസ്ഡ്, എൻ്റെ ചോദ്യമല്ല, അനുകൂലിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം താങ്കളോട് ചോദിക്കുന്നു. ഈ പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ്സ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. കാരണം നമുക്കൊക്കെ നിയമപരമായ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ എല്ലാം, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരത്തിലുള്ള നിയമവഴികൾ നമ്മുടെ ഫ്രണ്ടിൽ തുറന്നു വരികയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് പിന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ നിയമിക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കേരളത്തിലെ LDF UDF അവിടെ ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യത്തില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ കരഭൂമിയുടെ അറ്റത്തുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. ബഹുഭൂരിപക്ഷം കംപ്ലീറ്റ് ഓക്കെ. അതായത് ഇപ്പോൾ LDF UDF ആരായാലും മുസ്ലിങ്ങളെ അല്ലാത്തവരെ ഈ ബോർഡിൽ അപ്പോയിന്റ് ചെയ്യില്ല. കാരണം ദേ ആർ ദ അപ്പോയിന്റിങ് അതോറിറ്റി. അതേസമയം UP-യിൽ BJP ആണ് ഭരിക്കുന്നത്. അവിടെ ഇത്രയും മുസ്ലിം പോപ്പുലേഷൻ ഒരുപാടുള്ളതാണ്. അവിടെ അവരുടെ വഖഫ് ബോർഡിൻ്റെ CEO ആയിട്ട് ഒരു ഹിന്ദുവിനെ അവർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹർട്ട് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ദ മുസ്ലിം. പക്ഷേ അവിടെയും വേറൊരു ചോദ്യം, താങ്കളുടെ തന്നെ പോയിന്റ് അംഗീകരിക്കുകയാണെങ്കിൽ, അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ അമെൻമെൻറ്റ് അംഗീകരിച്ചാൽ പിന്നെ ഇവിടെ എല്ലാം നിയമാനുസൃതമായി മാത്രമേ നടക്കത്തുള്ളൂ എന്ന് താങ്കൾ തീർത്ത് പറയുകയുണ്ടായി. കാരണം ബിക്കോസ് ഇതെല്ലാം ഭരണഘടനാപരമാണ്. അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ നടക്കൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പത്തൊരു ഹിന്ദു വന്നതുകൊണ്ടോ സിഖുകാരൻ വന്നതുകൊണ്ടോ മുസ്ലിം വന്നതുകൊണ്ടോ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഒരു വിചിത്രമായൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴുള്ള വഖഫ് സംവിധാനത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളാരാണെന്ന് അറിയുമോ? ഹീ ഈസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ നാഷണൽ വഖഫ് കൗൺസിൽ. ഹീ ഈസ് നോട്ട് എ മുസ്ലിം. ഹീ ഈസ് കിരൺ റിജിജു, കേന്ദ്രമന്ത്രി. അപ്പോൾ ഇപ്പോൾ തന്നെ ദർ ഈസ് എ പ്രൊവിഷൻ. ഇപ്പോഴുള്ള ഞാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം തന്നെ നോൺ മുസ്ലിംസിന് ഇതിൽ വരാം. ഈ ആക്ട് എടുത്ത് വായിക്കുമ്പോൾ ചിലർ സമയത്ത് എവിടെയൊക്കെയാണ് ഹീ ഷുഡ് ബി എ മുസ്ലിം ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഏത് പൊസിഷനിലും മുസ്ലിം ആവണമെന്ന് നിർബന്ധമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതായത് അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അമെൻമെൻറ്റ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഭയക്കേണ്ടതില്ല. ഇല്ല. ഓക്കെ, പിന്നെ എന്തിനാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സ് BJP-ക്ക് വേണമായിരുന്നു എങ്കിൽ ഇത് JPC-ക്ക് വിടാതെ പാസ്സാക്കി എടുക്കാൻ പറ്റും ലോക്സഭ. അതായത് ഇത് JPC-ക്ക് വിടുക, ജനങ്ങളിലേക്ക് ചർച്ചാ വിഷയം, അത് വോട്ടും കൂടെ കണ്ടുകൊണ്ടായിരിക്കാം ചർച്ചാ വിഷയമാക്കുക. അതിനുശേഷം JPC ഇത് പരിശോധിച്ച ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്ത് കളയാൻ പറ്റുമല്ലോ.
അതിനുവേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഈ നോൺ മുസ്ലിംസിനെതിരേക്ക് പ്രപ്പോസ് ചെയ്യാമെന്ന് അപ്പോയിന്റ് ചെയ്യാം എന്നൊരു വകുപ്പ് ബില്ലിൽ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതെന്തായാലും ഇത് നടപ്പാക്കുമ്പോൾ ഒരു വിവാദം ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിന് അത് അറിയാം. എന്തെങ്കിലുമൊക്കെ ഒരു അമെൻമെൻറ്റ് വരുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് വരുത്തിയാലും വലിയ കുഴപ്പമില്ലാത്ത 1-2 കണ്ടീഷൻസ് ആദ്യമേ, അതായത് പണ്ടത്തെ ഒരു ധനകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം വലിയ അധ്വാന വർഗ്ഗം ഒക്കെ പറയുന്ന ആളാണ്, മനസ്സിലായി കാണുമല്ലോ, ധനകാര്യ വകുപ്പിലായിരുന്നല്ലോ താങ്കൾ. അദ്ദേഹം എപ്പോഴും ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ 1-2 പ്രൊവിഷൻ അങ്ങ് ഇടും, വിവാദമാകുന്നുള്ള ഉറപ്പാണ്, പിന്നീട് അതങ്ങ് പിൻവലിക്കും. അപ്പോൾ പ്രശ്നമില്ല, ഇലക്ഷൻ മുഴുവൻ കേട്ടില്ല, പ്രതിപക്ഷത്തിന്റെ ഈഗോ സാറ്റിസ്ഫൈഡ് ആയി, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ അദ്ദേഹത്തെ കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റി കൊടുക്കുമെന്നും അതിന് അദ്ദേഹത്തിന് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാർ കളിച്ചൊരു കളി. തീർച്ചയായിട്ടും ഇത് JPC വിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ചേർത്ത് JPC ഡിസ്കസിന് ശേഷം കുറച്ച് ഞങ്ങൾ മാറ്റിയല്ലോ മനസ്സിലായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പൊതുജന താല്പര്യം സംരക്ഷിക്കപ്പെട്ടു എന്ന് സർക്കാരിന് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും. കാരണം അവരാണല്ലോ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ടുള്ളൊരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വിവാദം എന്തായാലും ഉണ്ടാകുമ്പോൾ അത് സർക്കാരിന് എപ്പോഴും ഡാമേജിങ് തന്നെയല്ലേ. കാരണം അവർക്കൊരു മുസ്ലിം വിരുദ്ധ മുഖം ഓൾറെഡി ഉണ്ട്. അത് കുറച്ചുകൂടെ രൂക്ഷമാകാനല്ലാതെ ഇത് ഗുണപരമായി അവരെ എത്രത്തോളം സഹായിക്കും, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് ഈ ഒരു ഡിസ്കസിന് ശേഷം ഈ നിയമം പാസ്സാക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കും പിന്നെ ഒരു പുതിയ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ബില്ല് പ്രസന്റ് ചെയ്തപ്പോൾ അതിൽ അവർക്ക് അപാകതയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ആൾറെഡി റേസ്ഡ് ഇറ്റ്. അതിനുള്ള പരിഹാരം ചെയ്തതിന് ശേഷം ഈ നിയമം കൊണ്ടുവരുമ്പോൾ പിന്നെ അതിനെതിരെ പറയാൻ പറ്റത്തില്ല. ഈ ഒരു മറുഭാഗം കേൾക്കുന്നു, ഇതിൻ്റെ പൊളിറ്റിക്കൽ വശങ്ങൾ താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് ഉള്ളൊരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് എനിക്കും തോന്നുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കച്ചവട താല്പര്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു ചില അംഗങ്ങൾ കേൾക്കുന്നു, തെളിവൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ബോഡി അവർ വന്നിട്ട് ഈവൻ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരനായ അംബാനിയുടെ പ്രോപ്പർട്ടി പോലും ക്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർക്കും അത് ഭീഷണിയാണ്. ഇന്നിപ്പോൾ അംബാനിയുടെ വസതി ക്ലെയിം ചെയ്തു എന്നുണ്ടെങ്കിൽ നാളെ അംബാനിയുടെ ഒരു വലിയൊരു ജിയോ പ്ലാന്റ് ഇരിക്കുന്ന വലിയൊരു ഏരിയ, ദശലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി ഇരിക്കുന്ന അവരുടെ വലിയൊരു ഏരിയ ഈ പറയുന്നത് പോലെ ഒരു ക്ലെയിമിലൂടെ നഷ്ടപ്പെട്ടാൽ കോർപ്പറേറ്റുകൾക്ക് അവിടെ ഭയപ്പെടാനില്ലേ? അത്തരം കോർപ്പറേറ്റുകളുടെ താല്പര്യം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ചില കിംവദന്തികൾ കേൾക്കുന്നു. അല്ല, കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, ഇത് ഡിസ്കസ് ചെയ്യണതും പരിഗണിക്കുന്നതും പാസ്സാക്കാൻ പോകുന്നതും വോട്ട് ചെയ്യാൻ പോകുന്നതായ MP-മാർക്കും ഇത് ഭീഷണിയാണെന്നേ. അതൊന്ന് വ്യക്തമാക്കാവോ? അതായത് ഇറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. മുസ്ലിം ആയാലും MP ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും പിന്നെ നമ്മളെ യൂസഫ് അലി സാറായാലും ആരൊക്കെ എതിരെയും വേണമെങ്കിലും ഇവർക്ക് പിന്നെ ക്ലെയിമിന് കാശുള്ളവൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ക്ലെയിം വന്നാൽ അത് എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളത് കാശുള്ളവനും അധികാരമുള്ളവനും ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ബിക്കോസ് ദേ ആർ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ. പക്ഷെ സാധാരണക്കാരൻ്റെ അവസ്ഥ അതല്ല. കാരണം സർക്കാർ സാധാരണക്കാരെ കാണുന്നില്ല, കോർപ്പറേറ്റുകളെ മാത്രമേ കാണുന്നു. അനീഷ് പറയുന്നതാണ് ശരി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 ഈ BJP ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അന്ന് അവർ സപ്പോർട്ട് ചെയ്താണ് ഈ 2013 അമെൻമെന്റ്. അതാണ് ഇവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അതായത് കാണാം കച്ചവട താല്പര്യം, അത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും വസ്തുവിൽ പോയി കൈവച്ചപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് BJP 2013 ഇതിനെ എതിർത്തില്ല? അന്ന് അവർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ല. വൈകിയ വേളയിൽ ഒരു വിവേകം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കാൻ പറ്റുന്നില്ല. താങ്കളുടെ യുക്തി അതിന് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഓക്കെ, എനിഹോ ഇപ്പോൾ അതൊരു ഡിബേറ്റായി JPCക്ക് വിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? ഇത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും പാർലമെന്റിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു രൂപവും ഭാവവും എന്തായിരിക്കും എന്നുള്ളൊരു പോയിന്റിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അതിൽ നമ്മുടെ NK പ്രേമചന്ദ്രൻ തന്നെ പറഞ്ഞു, ഇത് ഈ പ്രൊപ്പോസലൊക്കെ ഭരണഘടനാ വിരുദ്ധങ്ങളാണ്, ആർട്ടിക്കിൾ 13.2 പ്രകാരം നിലനിൽക്കില്ല, കോടതിയിൽ പോയ വലിച്ചൊരു ദൂരെ എറിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് യാതൊരു വിധ അടിസ്ഥാനവുമില്ല. ഈ ബില്ല് പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വഖഫ് ബോർഡ് എന്താണെന്ന് നിയമം പറയുന്നു, ഇതിലെ ഒരു വ്യവസ്ഥകളും പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു അമെൻമെൻറ്റിനെയും നിയമപരമായി ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പാണ് 100%. താങ്കളുടെ ബോധ്യമാണോ, നിരീക്ഷണമാണോ? എൻ്റെ മാത്രം നിരീക്ഷണമാണ്. ഞാൻ വായിച്ച നിയമപരമായ ബുക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അല്ല, ഞാൻ സ്വപ്നം കണ്ടതല്ല. താങ്കൾ മനസ്സിലാക്കുന്ന ഭരണഘടന അനുസരിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കും, ഒരു സംശയം. അപ്പോൾ ഈ വിവാദങ്ങൾ കൊണ്ട് താൽക്കാലികമായി കുറച്ചൊരു ഓളം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ചലനവും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നന്നായിട്ട് വർക്കൗട്ട് ആവും. തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. ഇപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലും BJPക്കാർക്ക് ഇപ്പം ഒരു അനുകൂലമായിട്ട് ആൾക്കാർ ചിന്തിക്കും.
ചെറായിലെ ആൾക്കാർ മാക്സിമം ക്രിസ്ത്യൻസ് ആണ്. അവരൊക്കെ ഒരുപക്ഷെ അവർ ഇത് വരുമ്പോൾ അവർ ദേ വിൽ ബി വെരി ഹാപ്പി. അതായത് ഇതിൽ ബാധിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ബാധിക്കപ്പെടും എന്ന് ഭയക്കുന്നവരൊക്കെ പതുക്കെ പതുക്കെ ബി ജെ പിയോടൊപ്പം ചേരും. മറുഭാഗത്ത് നിൽക്കുന്നവർ എന്തായാലും ബി ജെ പിയോട് ചേരാത്ത ആൾക്കാരാണ്. അവർക്ക് ബോധ്യമുണ്ട്. വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടാൻ ബി ജെ പിക്ക് ഒന്നുമില്ല, കിട്ടാനുള്ളത് പുതിയ കുറെ വോട്ടുകൾ. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിൽ ഭരണഘടനാപരമായ ചില വസ്തുതകളുണ്ട്. വളരെ വളരെ രൂക്ഷമായ വസ്തുതകളുണ്ട്. മനസ്സിലായി. അത് മാറ്റുക. പിന്നെ അനാവശ്യമായിട്ട് ഈ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളെ ഇതിൽ കൊണ്ട് അല്ല നോൺ മുസ്ലിംസിനെ ഇതിൽ കൊണ്ട് ചേർക്കുക, അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വരും തലമുറ നമ്മുടെ ജനറേഷനൊക്കെ ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ സന്തോഷമായിട്ടും സാഹോദര്യത്തോടെയും ജീവിക്കാൻ പറ്റും. മനസ്സിലായി. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. എന്തായാലും എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും JPCയുടെ പരിഗണനയിലാണല്ലോ. വരട്ടെ, വരുന്ന മുറയ്ക്ക് നമുക്ക് ബാക്കി വിഷയങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി.